ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗർ പാത്തു. അപ്പം നമ്മളെ ഐഫോൺ എടുത്തിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ഐഫോൺ എടുത്തിട്ട് ഫസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്ന വ്ളോഗ് ഇതായിരിക്കും തോന്നുന്നത്. ഷൂട്ട് ചെയ്യുന്ന വ്ളോഗ് ഇതാണ്. പക്ഷേ ഏതാണ് നിങ്ങളെ മുന്നിലേക്ക് ആദ്യം എത്താന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണല്ലോ. ഇതായിരിക്കും ചിലപ്പോൾ ഞാൻ രണ്ടാമതൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഫോൺ എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന വ്ളോഗ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹെയർ സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ കുന്നമ്മള്ള ലേയിലെ ബ്യൂട്ടി പാർലർക്കാണ് എപ്പോഴും ത്രെഡ് ചെയ്യാനൊക്കെ മിക്കപ്പോഴും പോവാറ്. സോ അവിടെ തന്നെയാണ് ചെയ്യുന്നത്. അവിടുത്തെ സ്മൂത്തനിങ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബബിത മാം, അവിടുത്തെ മാമാണ് ബബിത മാം. ബബിത മാമിനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനി എന്താണ് മാക്സ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കണ്ട. ഞാൻ ഇപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് കുളിക്കണം. പിന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഞാൻ സാധിച്ചെടുത്തത്. സോ നിങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് കേട്ടോ ഗൈസ്. കുറച്ചെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഇനിയിപ്പോൾ ചോറുന്നണം. ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ ചപ്പാത്തി കമ്പനി പോയിട്ട് നമ്മൾ ഫുഡ് മേടിക്കുകയാണ് ചെയ്തത്. ബിരിയാണിയാണ് കേട്ടോ ഞാൻ മേടിച്ചത്. അതിന് കഴിക്കണം. ദെൻ കുളിച്ചിട്ട് സുന്ദരിയായിട്ട് ഒരു 3 മണിയാകുമ്പോഴേക്കിന് നമുക്ക് ഇറങ്ങണം. സോ ഇന്നത്തെ വ്ളോഗ് അതാണ്. ഞാൻ പാർലറിൽ പോയിട്ട് സ്മൂത്തനിങ് ചെയ്തിട്ട് വരാം. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അല്ല, വീഡിയോയിലേക്ക് പോകാം. ഇതാട്ടോ നമ്മളെ ഷാന് കൊടുന്ന ബിരിയാണി. നമുക്കിനി ഇത് കഴിച്ചിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. പിന്നെ മിമ്മിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാനുണ്ട്. കുട്ടിക്ക് ഫുഡ് കൊടുക്കാനും അതുപോലെ തന്നെ പോവാനൊക്കെ കേട്ടോ. കണ്ടിട്ട് നല്ല ബിരിയാണിയാണ് തോന്നുന്നുണ്ട്. ചപ്പാത്തി കമ്പനിയത്തെ ബിരിയാണിയാണ്. എന്താവും എന്തോ അറിയില്ല. നല്ല പീസാട്ടോ. ലെഗ് പീസാണ്. അല്ല ലെഗ് ഇല്ലാത്ത പീസാണ്. ഞാൻ ലെഗ് പീസ് കഴിക്കൂല. ഇഷ്ടമില്ല പീസ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. നല്ല ബിരിയാണിയാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. എന്തായാലും ഞാൻ കഴിക്കട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. 3 മണിയാകുമ്പോഴാണ് നമ്മളിവിടെ എത്താൻ പറഞ്ഞിട്ടുള്ളത്. 2 മണി കഴിഞ്ഞു നേരം. ഞാൻ അല്ലെങ്കിലും എവിടേക്ക് ഇറങ്ങുമ്പോഴും ഞാൻ നേരം വൈകിട്ട് ഇറങ്ങുള്ളൂ. എന്നിട്ട് എൻ്റെ വീട്ടുകാർക്കൊക്കെ പരാതിയാണ് കേട്ടോ. ഒരു ബൈക്ക് ഞാൻ നേരത്തെ ഇറങ്ങൂല പറഞ്ഞങ്ങാണ്ട്. പക്ഷെ അത് ശീലമായിപ്പോയി. അപ്പോൾ ഇനി നാളെ ഷെബീറാൻ്റെ കല്യാണത്തിനും അങ്ങനെ തന്നെ ഞാൻ നേരം വൈകിയാണ് പോയത്. സോ ഇനി ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ. മൊബൈലിൽ ചാർജ് ഇല്ല. ഞാനത് ചാർജ് ചെയ്യട്ടെ. അപ്പോൾ നമുക്കിനി കഴിച്ച് കുളിച്ച് വൃത്തിയായിട്ട് കാണാം. ഗായ്സ്, ഞാനിതാ മാറ്റിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ബാക്കിയൊന്നും എനിക്ക് എടുക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ. കാരണം ഇപ്പം തന്നെ നേരം വൈകിയിട്ടുണ്ട്. ആകെ കൂടെ നേരം വൈകിയിട്ടുണ്ട്. ഇനി പോയിട്ട് വരാം നമുക്ക്. മൊബൈലിൽ ചാർജില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചാർജർ കരുതിയിട്ടുണ്ട് സെപ്പറേറ്റ്. അങ്ങനെ ഇതാ ഗായ്സ്, ഞാൻ ബ്യൂട്ടി പാർലറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് പ്ലേസ് എവിടെയാണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. കുന്നമ്മൽ, മലപ്പുറം കുന്നമ്മ, നമ്മളെ തൊയ്ബ ടെക്സ്റ്റൈൽസിൻ്റെ നേരെ ബാക്കിലുള്ള ബിൽഡിങ്ങിലാണ് കേട്ടോ ഈ ഒരു പാർലർ വരുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇവിടുത്തെ ത്രെഡിങ്ങിനാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ വർക്ക്. അതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരൽ സ്ഥിരമാക്കിയത് കേട്ടോ. അപ്പോൾ പാർലറിൻ്റെ ആ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. കാരണം നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ്. ഇപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, ആംബിയൻസ് ആണെന്നുണ്ടെങ്കിലും അതിനോട് ചേർന്ന് പോകുന്ന ഫേർണിച്ചേഴ്സ്, കാര്യങ്ങൾ, വാൾസ്, നമുക്ക് ഭയങ്കര റിലാക്സേഷനാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ തന്നെ. അതിനനുസരിച്ചിട്ട് മ്യൂസിക്കുമാണ് ചേച്ചി അവിടെ പ്ലേ ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ ഒരു കൂൾ ആൻഡ് കാമായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മേക്ക് ഓവർ, അതായത് ഹെയറിന് എന്തെങ്കിലും മേക്ക് ഓവറോ ബ്യൂട്ടി പാർലർക്ക് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ള എന്തായാലും എല്ലാവരും പോയി നോക്കട്ടോ. അടിപൊളി പാർലറാണ് ഗായ്സ്. ഒന്നും എനിക്ക് പറയാനില്ല. മെയിൻലി പറയാനുള്ള ചേച്ചീൻ്റെ പെരുമാറ്റമാണ്. നമുക്ക് കസ്റ്റമേഴ്സിനോടുള്ള ഒരു ബിഹേവ് ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ടുള്ള ആ ഒരു ഇത് എന്ന് പറയുന്നത്.
അങ്ങനെ ചേച്ചി എൻ്റെ കുറച്ച് നേരം ഹെയറൊക്കെ ഒന്ന് നോക്കി അങ്ങനെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നതിന് ശേഷം ഞങ്ങൾ നേരെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ആദ്യം നല്ലൊരു ഹെയർ മസാജ് കൂടാണ് ചേച്ചി നമ്മളെ ഹെയർ വാഷ് ചെയ്ത് തരുന്നത്. നല്ല റിലീഫ് ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ മൈഗ്രെയിൻ്റെ വേദന ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹെയർ മസാജ് കൂടിയ ഒരു വാഷ് എനിക്ക് ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ എന്നോട് ചോദിച്ചു കുറച്ച് കട്ട് ചെയ്യട്ടെ, കട്ട് ചെയ്താലാണ് ആ ഒരു സ്മൂത്തനിങ്ങിൻ്റെ ഫിനിഷ് ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ ചേച്ചിയുടെ ഹെയറിലും ചേച്ചി ചെയ്തതാണ് കേട്ടോ സ്മൂത്തനിങ്. ആ ഒരു പെർഫെക്ഷൻ കണ്ടിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി ഹെയർ കളർ ചെയ്തിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. പക്ഷെ എൻ്റെ ഹെയർ ഓൾറെഡി സ്മൂത്തായിട്ടുള്ളൊരു ഹെയർ ആണെങ്കിലും അതിൽ കൂടുതൽ സിൽക്കി ആൻഡ് സ്മൂത്ത് ഹെയർ ആക്കി തന്നു. പിന്നെ എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്പാ എടുത്താൽ അതും റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഓരോരോ പ്രോസസ്സ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ഇത് എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ, ഒക്കെ ചേച്ചിക്ക് തന്നെ അറിയാം. അങ്ങനെ നമ്മളെ ഫൈനൽ സ്റ്റെപ്പ് ആവാനായിട്ടുണ്ട് കേട്ടോ. 2-3 വട്ടം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരിസിൻ്റെ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ 5K എമൗണ്ടാണ് കേട്ടോ സ്മൂത്തനിങ്ങിന് വരുന്നത്. ഇവിടെ നമുക്ക് സ്മൂത്തനിങ് മാത്രമല്ല എല്ലാ സർവീസസും അവൈലബിൾ ആണ്. ബ്രൈഡൽ മേക്ക് ഓവർ അവൈലബിൾ ആണ്. ഹെയർ സ്ട്രൈറ്റനിങ് ആയിക്കോട്ടെ, സ്മൂത്തനിങ് ആയിക്കോട്ടെ, ഹെയർ കട്ട് ആയിക്കോട്ടെ, ഹെയർ സ്പാ ആയിക്കോട്ടെ, ഹെയർ കളറിങ് ആയിക്കോട്ടെ, എല്ലാതും അവൈലബിൾ ആണ് കേട്ടോ. സോ ഒരു 5 സ്റ്റാർ പാർലറാണെന്ന് തന്നെ നമുക്ക് പറയാം. അവിടേക്ക് ചെന്നാൽ നമുക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നുക. അപ്പോൾ കുന്നുമേൽ പോകുന്ന ആൾക്കാർ എന്തായാലും ഷോപ്പിൽ നിന്ന് വിസിറ്റ് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും വെറുതെ ആവില്ല. ഇപ്പോൾ ത്രെഡിങ് ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് എടുത്തിരുന്നതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഈ ഒരു പാർലർ പോയത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഐബ്രോ എന്നിട്ട് എങ്ങനെയാണ് എടുത്ത് തന്നിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ. ഇതാണ് കേട്ടോ ബിനിച്ചേച്ചിയാണോ റിനിച്ചേച്ചിയാണോ എന്ന് അറിയില്ല. ഇത് അൻഷിൻ്റെ അയൽവാസിയാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് അൻഷിൻ്റെ അയൽവാസിയാണ് എന്നുള്ളത്. അപ്പം അൺഎക്സ്പെക്റ്റഡിൽ ഞങ്ങൾ കണ്ടുമുട്ടിയതാണ്. പിന്നെ നമുക്ക് ഹൈഡ്രാ ഫേഷ്യൽ അതുപോലെ തന്നെ പല ഫേഷ്യൽസും ഇവിടെ അവൈലബിൾ ആണ്. സോ ഇത് വേറൊരു കസ്റ്റമറാണ് കേട്ടോ. ആ ടൈമിൽ ഞാനൊന്ന് ഷൂട്ട് ചെയ്തതായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. പിന്നെ ചേച്ചി നമുക്ക് മാംഗോ ജ്യൂസ് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഞാൻ മിനി വ്ളോഗിൽ ഇട്ട ഗോസിപ്പ് എന്ന് പറഞ്ഞ കഫേ, അവിടെ നിന്നാണ് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. സോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിച്ച് കയറിയതാണ്. അതിൻ്റെ ഇടയിൽ ഈ ചെടികളൊക്കെ കൂടി നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാണ് കേട്ടോ. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളെ ഫൈനൽ സ്റ്റെപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഹെയർ സെറ്റ് ആയിട്ടുണ്ട് ഗായ്സ്. ഞാൻ വിചാരിച്ച അതേമാതിരി ആയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചേച്ചിനോട് ഒരുപാട് നന്ദി പറയാനുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? അപ്പം എൻ്റെ ഹെയർ സ്മൂത്തനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു തരാം. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ചെയ്ത് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ ഓൾമോസ്റ്റ് നല്ല കുറച്ചൊക്കെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോൾ നല്ല സ്മൂത്തിയായി, നല്ല ഗ്ലോയും ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് കസ്റ്റമറെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇത്രയും നേരം ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നത് നേരം പോയതേ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത്രയും ക്ലോസ് ആയിട്ടാണ് ഈ ഒരു ഇത് കഴിച്ചതിൽ നമ്മൾ. അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്ക് സോ ഗായ്സ്, അപ്പോൾ നമ്മളെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടാണ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ നേരെ പോകുന്ന ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ കമോൺ. ഫുഡ് ഞങ്ങൾ ലേറ്റായിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ഫലുദ യൂണിറ്റ് എടുക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്.
ലേറ്റായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞത് ചീസ് റോൾ ഷവർമയും മൊജീറ്റും ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അധികം ഉൽക്ക പണിക്കൊന്നും നിന്നിട്ടില്ല, കാരണം രണ്ടാൾക്കും തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ പാഷൻ ഫ്രൂട്ടിൻ്റെ മൊജീറ്റോയും പിന്നെ ഞാൻ ഹോർലിക്സും ആയിരുന്നു. കാരണം നമുക്ക് പാർലറിലും കഫേയിലും AC ഒക്കെ കൂടി സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പം ഇനി ബാക്കി കാണാം. ഹലോ, അപ്പോൾ ഇതാ ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ സ്മൂത്തനിങ് ചെയ്തിട്ട് ഇതാ റിസൾട്ട് തന്നെ ആണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടോ, എൻ്റെ ഹെയർ സ്മൂത്തി ആൻഡ് സിൽക്കി ആക്കി തന്നിട്ടുണ്ട്. സോ ഇനി മുതൽ എൻ്റെ ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഇതായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രയും പെർഫെക്ഷനോട് കൂടി ചെയ്യും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വേർത്ത് ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അത്ര നേരം പോയിന്ന് പോലും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ മാം ചെയ്യുന്നത് ലോറിയൽ പാരീസിൻ്റെ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഫുള്ള് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൈമും കാര്യങ്ങളും ഒക്കെ വേണം. സോ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഓരോന്നും നീറ്റ് ആൻഡ് ഫിനിഷിങ്ങിലാണ് കേട്ടോ ബബിത മാം ചെയ്തു തരുന്നത്. സോ ഞാൻ മാം എന്ന് വിളിക്കുന്ന ഒരു പൊലിമക്കാണെങ്കിൽ ചേച്ചി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. അടിപൊളി വർക്കായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ലൈഫിൽ കുറേ പാർലറിൽ ഞാൻ ത്രെഡ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്, പക്ഷെ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല കേട്ടോ. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സോ മലപ്പുറത്തിലുള്ള എല്ലാവരും, മലപ്പുറം തൊയ്ബ ടെക്സ്റ്റൈൽസിൻ്റെ അടുത്ത് ഗോസിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേ ഉണ്ട്. സോ അതിൻ്റെ അടുത്ത് കഫേ ഉണ്ട്, അതിൻ്റെ തൊട്ടിപ്പുറത്താണ് കേട്ടോ നമ്മളെ ബ്യൂട്ടി പാർലർ വരുന്നത്. സോ എന്തായാലും വിസിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല, എന്തായാലും വേർത്ത് ആവുള്ളൂ. സോ എന്തായാലും കയറിയിട്ട് ചെക്ക് ചെയ്യുക. അവരുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. ബ്രൈഡൽ മേക്കപ്പ് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഹെയർ കളറിങ്, ഹെയർ സ്മൂത്തനിങ്. നിങ്ങൾക്ക് എന്തായാലും എൻക്വയറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.